ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ മാധ്യമപ്രവർത്തകനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സ്വന്തം ജില്ലയിൽ നടന്ന ഈ സംഭവം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ABN ആന്ധ്രജ്യോതി റിപ്പോർട്ടറായ ജഗ്മോഹൻ റെഡ്ഡിയാണ് അജ്ഞാത സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ അക്രമി സംഘം ജഗൻമോഹനെ പിന്തുടരുകയായിരുന്നു. തനിക്ക് നേരെ വരുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അക്രമികൾ ഓട്ടിച്ചിട്ട് പിടിച്ച് ശരീരമാസകലം കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. നിരവധി തവണ കുത്തേറ്റ ജഗൻമോഹൻ റെഡ്ഡി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൊലപാതകത്തിന് ശേഷം അക്രമികൾ ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുന്നത് ഭരണകൂടത്തിനും വലിയ തലവേദനയായിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ സർക്കാരിന്റെ വീഴ്ചയായി ഈ സംഭവത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സ്വന്തം ജില്ലയായ ചിറ്റൂരിൽ വെച്ചാണ് നാടിനെ നടുക്കിയ ഈ ക്രൂരകൃത്യം അരങ്ങേറിയത്. പ്രഭാത സവാരിക്കിറങ്ങിയ മാധ്യമപ്രവർത്തകനെ വളരെ ആസൂത്രിതമായിട്ടാണ് അക്രമി സംഘം വകവരുത്തിയത്. രാവിലെ പതിവ് പോലെ നടക്കാനിറങ്ങിയ ജഗൻമോഹൻ റെഡ്ഡിയെ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം പിന്തുടരുകയായിരുന്നു. തനിക്ക് പിന്നാലെ വരുന്നത് അക്രമി സംഘമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം രക്ഷപ്പെടാനായി പരമാവധി ഓടിയെങ്കിലും അക്രമികൾ വിടാതെ പിന്തുടർന്നു. ഓടിത്തളർന്ന ജഗൻമോഹനെ അക്രമികൾ പിടികൂടുകയും യാതൊരു ദയയുമില്ലാതെ ശരീരമാസകലം കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. നിരവധി തവണ കുത്തേറ്റ അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രക്തം വാർന്ന് മരണപ്പെട്ടു. കൃത്യം നിർവഹിച്ച ഉടൻ തന്നെ അക്രമികൾ ബൈക്കിൽ സംഭവ സ്ഥലത്ത് നിന്നും അതിവേഗം രക്ഷപ്പെട്ടു. പകൽ വെളിച്ചത്തിൽ പൊതുവഴിയിൽ വെച്ച് നടന്ന ഈ കൊലപാതകം പ്രദേശവാസികളെ വലിയ രീതിയിൽ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ABN ആന്ധ്രജ്യോതി എന്ന പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ ചിറ്റൂർ ജില്ലാ റിപ്പോർട്ടർ ആയിരുന്നു അദ്ദേഹം. തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ആർക്കെങ്കിലും ശത്രുത ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവകരമായി പരിശോധിക്കപ്പെടുന്നുണ്ട്. പകൽ വെളിച്ചത്തിൽ നടന്ന ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താൻ ആന്ധ്ര പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വാർത്തകളാണോ ശത്രുതയ്ക്ക് കാരണമെന്ന് പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങൾക്കൊപ്പം തന്നെ വ്യക്തിപരമായ എന്തെങ്കിലും വിദ്വേഷമോ തർക്കങ്ങളോ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. ജഗൻമോഹന്റെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അക്രമികൾ സഞ്ചരിച്ച ബൈക്ക് തിരിച്ചറിയുന്നതിനായി സംഭവ സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. പ്രതികൾ രക്ഷപ്പെട്ട പാത പിന്തുടർന്ന് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ജഗൻമോഹൻ റെഡ്ഡിയെ പോലെയുള്ള ഒരു റിപ്പോർട്ടർക്ക് നേരെ നടന്ന ഈ ആക്രമണം മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്ന് മാധ്യമ സംഘടനകൾ ആരോപിക്കുന്നു. പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ മാധ്യമപ്രവർത്തക കൂട്ടായ്മകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ജഗൻമോഹൻ റെഡ്ഡിയുടെ കൊലപാതകം ആന്ധ്രാപ്രദേശിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഭരണപക്ഷമായ തെലുങ്ക് ദേശം പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സ്വന്തം ജില്ലയായ ചിറ്റൂരിൽ പോലും ഒരു മാധ്യമപ്രവർത്തകൻ സുരക്ഷിതനല്ലെങ്കിൽ സംസ്ഥാനത്തെ പൊതു സാഹചര്യം എന്തായിരിക്കുമെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നതിന്റെ തെളിവാണ് ഈ കൊലപാതകമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി. പകൽ വെളിച്ചത്തിൽ നടന്ന ഈ ക്രൂരകൃത്യം തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്നും അക്രമികൾക്ക് യാതൊരു ഭയവുമില്ലാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ടെന്നും ആരോപണം ഉയർന്നു. ഭരണകൂടത്തിന്റെ തണലിലാണ് ഇത്തരം അക്രമങ്ങൾ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. ജഗൻമോഹൻ റെഡ്ഡിയുടെ കൊലപാതകം മാധ്യമപ്രവർത്തകർക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മകളും കടുത്ത പ്രതിഷേധത്തിലാണ്. നിലവിൽ കൊല്ലപ്പെട്ട ജഗൻമോഹൻ റെഡ്ഡിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിൽ മാറ്റിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ജഗൻമോഹൻ റെഡ്ഡിയുടെ അപ്രതീക്ഷിത വിയോഗം ആന്ധ്രയിൽ മാധ്യമ സമൂഹത്തിന് വലിയൊരു ആഘാതമാണ്. ഈ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് പൊതുവായ ആവശ്യം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് തെളിയിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്.